എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡിയാണ്. രാജോട്ടിന്റെ ആണെങ്കിലും ബേസിൽ ജോസഫിന്റെ ആണെങ്കിലും കോമഡി ഒരു കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ ആണ്. ഈ ബസ്സിലൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഡയറക്ഷനാണ്. ഇപ്പൊ ഈ കോക്കായാലും കോഴിയാലും പണ്ടൊന്നും കാര്യമില്ല. ജനങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജനങ്ങൾ പോയി പടം കണ്ടില്ല. മലയാള സിനിമയുടെ സുവർണ്ണകാലമാണ്. ഒന്നിനു പിറകെ ഒന്നായി ഹിറ്റുകളുടെ പെരുമഴ. 5 മാസം കൊണ്ട് 1000 കോടിയുടെ ബിസിനസ്സാണ് മോളിവുഡ് നടത്തിയത്. അതായത് സ്വപ്ന നേട്ടം. 2024 ഗ്രോസ് കളക്ഷൻ്റെ 20% മലയാള സിനിമയിൽ നിന്നാണ്. ബോളിവുഡിൻ്റെ വിഹിതം 38% മാത്രം. 2018 രോമാഞ്ചം, കണ്ണൂർ സ്ക്വാഡ്, RDX, നേര് എന്നീ വിജയ ചിത്രങ്ങൾ പിറന്ന കഴിഞ്ഞ വർഷം 500 കോടിയോളമായിരുന്നു മലയാള സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. ഇക്കൊല്ലം 5 മാസം കൊണ്ട് വെറും 8 സിനിമകളിലൂടെയാണ് 1000 കോടിയിലേക്ക് എത്തിയത്. ഇതിലേറ്റവും പുതിയ വിശേഷം ബേസിൽ പൃഥ്വിരാജ് കോംബോയിലെത്തിയ ഗുരുവായൂർ അമ്പലനടയിലാണ്. വലിയ ഹൈപ്പിലൊന്നുമല്ല ചിത്രം എത്തിയത്. എന്നാൽ ആദ്യ ദിനത്തിലെ കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത് 3.25 കോടിക്ക് മുകളിലാണ്. അതായത് മലൈക്കോട്ട വാലിബൻ, ആടുജീവിതം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈ വർഷം ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഉയർന്ന കളക്ഷൻ കൂടിയാണിത്. പൃഥ്വിയും ബേസിലും കൂടി രംഗണ്ണനെയും പിള്ളേരെയും മലർത്തിയടിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ആദ്യ ദിന കളക്ഷനിൽ മോഹൻലാലിൻ്റെ മലൈക്കോട്ട വാലിബൻ 5.85 കോടിയുമായി ഒന്നാം സ്ഥാനത്തുണ്ട്. 5.83 കോടി രൂപ നേടി ആടുജീവിതമാണ് രണ്ടാമത്. ഇതിന് പിന്നിലാണ് മറ്റൊരു പൃഥ്വി ചിത്രം. മികച്ച മൗത്ത് പബ്ലിസിറ്റി നേടുന്നതും ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വലിയ ഗുണം ചെയ്യുമെന്നാണ് ട്രാക്കർമാരുടെ പക്ഷം. അതായത് മഞ്ഞുമലും പ്രേമലും നേടിയതുപോലെ ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കളക്ഷനിൽ നേട്ടമുണ്ടാക്കാൻ വിപിൻദാസ് ചിത്രത്തിനായേക്കും. ഒരിടവേളയ്ക്ക് ശേഷം മുഴുനീള കോമഡി വേഷത്തിൽ പൃഥ്വിരാജ് എത്തിയെന്നതും ചിത്രത്തിൻ്റെ പ്രധാന ആകർഷണമാണ്. പൃഥ്വിക്കും ബേസിലിനും ഇത് നല്ല സമയമാണ്. ഇരുവരും ഒരുമിച്ചെത്തിയ ഒരു സിനിമ ബോക്സ് ഓഫീസ് തൂക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ ഈ സിനിമ ശരിയാണ് ഈ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ലൊക്കേഷനിൽ യാതൊരു ടെൻഷനും ഇല്ലാത്തൊരു വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു പിക്നിക് ആയിരുന്നു. അതിൻ്റെ കാരണം വിപിനും ടീമുമാണ്. അവർ വളരെ എക്സ്ട്രീംലി ഒരു വെൽ ഫങ്ഷനിങ് ടീമായിരുന്നു. ആൻഡ് സിനിമ ഇനിഷ്യലി പ്ലാൻ ചെയ്തതിനേക്കാൾ നമ്പർ ഓഫ് ഡേയ്സ് ഒക്കെ ഒരുപാട് കൂടിയെങ്കിലും അതെ, പക്ഷെ അത് വിപിൻ്റെ കുറ്റമൊന്നും അല്ല. കാരണം ഇനിഷ്യലി പ്ലാൻ ചെയ്തതിനേക്കാൾ ഒരു വലിയ സിനിമയാണ് ഒടുവിൽ എടുത്തത്. ഒറിജിനലി സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു വലിയ ക്യാൻവാസും സ്കെയിലും ഒക്കെയാണ് ഇന്ന് ഈ സിനിമയ്ക്കുള്ളത്. അതല്ലാതെ ഈ സിനിമയുടെ ഒരു മേക്കിംഗ് പ്രോസസ്സ് വളരെ എൻജോയബിൾ ആയിരുന്നു. 2024 മാർച്ച് 28 അന്ന് മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചു. പൃഥ്വിരാജിൻ്റെ സിനിമാ ജീവിതത്തിൽ തന്നെ ഏറ്റവും മികച്ച സിനിമ, ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച സിനിമ, ഏറ്റവും കൂടുതൽ സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത സിനിമ. ആദ്യം പ്ലാൻ ചെയ്ത 200 സ്ക്രീൻ അത് കഴിഞ്ഞ് 250 സ്ക്രീൻ ഫുള്ളാകുന്നതനുസരിച്ച് സ്ക്രീനുകൾ കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 300 400 അവസാനം 435 സ്ക്രീനിൽ വരെ എത്തി. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എത്തിയ പൃഥ്വിയുടെ ആടുജീവിതം ബോക്സ് ഓഫീസ് ശരിക്കും കുലുക്കുന്നതിനാണ് കഴിഞ്ഞ ആഴ്ചകൾ സാക്ഷ്യം വഹിച്ചത്. ആഗോളതലത്തിൽ ആടുജീവിതം 46 ദിവസത്തിൽ നേടിയതിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ 158.15 കോടി രൂപയാണ് വാരിയത്. ആടുജീവിതത്തിന് ശേഷം പൃഥ്വിരാജ് വീണ്ടും ബോക്സ് ഓഫീസ് ഭരിക്കുമെന്ന് ഉറപ്പാക്കുകയാണ് ഗുരുവായൂർ അമ്പലനടയിലിൻ്റെ നിലവിലെ മുന്നേറ്റം. താൻ മാസ് ഹീറോ മാത്രമല്ല, കോമഡിയും തനിക്ക് വഴങ്ങുമെന്നുള്ള പൃഥ്വിയുടെ പറച്ചിൽ കൂടിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ബേസിൽ രാഷ്ട്രീയമുള്ള നടനാണെന്നാണ് ഇൻഡസ്ട്രിയിലെ സംസാര വിഷയം. തൊടുന്നതെല്ലാം പൊന്നാവുന്ന ആക്ടർ. കുടുംബ പ്രേക്ഷകർക്ക് ബേസിലിൻ്റെ മാനറിസങ്ങളും നിഷ്കളങ്ക മുഖവും ഏറെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് തുടരെയുള്ള ബേസിൽ ചിത്രങ്ങളുടെ ഹിറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, ജാനേ മൻ, പാൽത്തു ജാൻവർ, ജയ ജാഹെ, കഠിന കഠോരമി, അണ്ടകടാകം, ഫാലിമി, ഇതാ ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിലും. നായകനായി എത്തിയ ഒരു ചിത്രവും ബോക്സ് ഓഫീസിൽ വീണിട്ടില്ല. സംവിധാനം ചെയ്ത 3 ചിത്രങ്ങളും നല്ല പൊളപ്പൻ ഹിറ്റ്. അപ്പോൾ പറയാനുള്ളത് ഗുരുവായൂർ അമ്പലനടയിലെ ബേസിലിനെ കുറിച്ചാണ്. ചിത്രത്തിൻ്റെ മൗത്ത് പബ്ലിസിറ്റിയിൽ ബേസിലിനുള്ള പങ്ക് ചെറുതല്ല. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ വിനുവായി ബേസിൽ കസറിയിട്ടുണ്ട്. സിറ്റുവേഷണൽ കോമഡി കൊണ്ട് പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ചിത്രം ബേസിൽ പൃഥ്വി കോംബോയിലെ കെമിസ്ട്രിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബേസിൽ കാര്യമായി പറയുന്ന പല ഡയലോഗുകളും ചിരി നിറക്കുന്നുമുണ്ട്. ഫാലിമിക്ക് ശേഷം മറ്റൊരു ബേസിൽ മാജിക് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ സെറ്റിൽ വന്നപ്പോൾ ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജുവേട്ടനാണ് എൻ്റെ മുമ്പിൽ. അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട്. മോണിറ്ററിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് ആണല്ലോ, നീ ചോദിക്കും, നീ പറ, അങ്ങനെയൊക്കെയാണ്, നീ പറ, നീ ചോദിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ നമ്മളെ ഒരേ വൈബാന്ന് മനസ്സിലായി. ഇനി മലയാളത്തിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന ഓരോ സിനിമയിലും സിനിമാ പ്രേമികൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ടർബോയും എമ്പുരാനും ബറോസുമെല്ലാം പെയ്തിറങ്ങുമ്പോൾ പുതുചരിത്രങ്ങൾ മോളിവുഡിൽ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കും. കണ്ടതൊന്നുമല്ല, ഇനിയാണ് കാണാൻ കിടക്കുന്നത്.